നമ്മുടെ ഒമാൻ ട്രിപ്പ് കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ ചോദിച്ച സംശയമാണ് വിസ പ്രൊസീജിയർ. ഒമാനിലേക്ക് പോകാനുള്ള വിസ പ്രൊസീജിയർ എന്താണെന്ന്. ആക്ച്വലി ഒരു കോംപ്ലിക്കേഷൻസും വരുന്നില്ല. നിങ്ങൾക്ക് UAE റെസിഡൻസ്, അതായത് എമിറേറ്റ്സ് ID വാലിഡ് ആണെങ്കിൽ, നിങ്ങളുടെ ഒറിജിനൽ പാസ്പോർട്ട് കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബോർഡർ ക്രോസ് ആവുന്നതാണ്. എക്സിറ്റ് ചാർജ് ആയിട്ട് ഒരു 30-31 രൂപ വരുന്നു. പിന്നെ സ്വന്തം വണ്ടി, നിങ്ങളുടെ പേരിലുള്ള വണ്ടിയോ വണ്ടിയുടെ ഓണർ വണ്ടിയിലോ ഉണ്ടാവണം, അല്ലാണ്ട് നമുക്ക് ബോർഡർ ക്രോസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ റെന്റേ കാറുകൾ, ബോർഡർ ക്രോസിംഗിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള റെന്റേ കാറുകളുണ്ട്, അതെടുത്ത് പോകാം. കമ്പനിയുടെ വെഹിക്കിൾ ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ വെഹിക്കിൾ ആണെങ്കിൽ നിങ്ങളുടെ പേരിലേക്ക് NOC ചെയ്യപ്പെട്ട ഒരു വെഹിക്കിൾ കൊണ്ട് നിങ്ങൾക്ക് ബോർഡർ ക്രോസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഒമാനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചില ഇൻഷുറൻസുകൾ നമ്മൾ UAE എടുക്കുമ്പോൾ ഒമാനും കൂടി കവർ ആവുന്ന ഇൻഷുറൻസുകൾ ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ബോർഡർ ക്രോസിംഗിൽ നിങ്ങളൊരു ഇൻഷുറൻസ് കൂടി വണ്ടിക്ക് എടുക്കണം. ഏകദേശം 12 റിയാലിന്റെ അടുത്ത് വരുന്നുള്ളൂ, ഒരു 120 ദിർഹംസ് മാക്സിമം. ഇത്ര എക്സ്പെൻസ് ആയിട്ട് വരുന്നുള്ളൂ. അതുകൊണ്ട് പ്രീ അപ്രൂവൽ ഒന്നും എടുക്കാതെ തന്നെയാണ് ഞങ്ങൾ പോയത്. വിസിറ്റിലുള്ളവർക്കോ അല്ലെങ്കിൽ പുതുതായിട്ട് പിന്നെ ഒരു ലോങ് ടേം വിസ ഒക്കെ നോക്കുന്നവർക്ക് മാത്രം. ഇപ്പൊ നമുക്കൊക്കെ 3 days 7 days ഉള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ കൂടുതൽ വേണ്ടവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്തിട്ട് പോകാം എന്നുള്ളത് മാത്രം, അല്ലാണ്ട് വേറെ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. പിന്നെ പാസ്പോർട്ട് വാലിഡിറ്റി ആസ് യൂഷ്വൽ 6 മാസത്തിൽ കുറയാതെ വാലിഡിറ്റി വേണം വേറെ കൺട്രിയിലേക്ക് പോകാൻ. അതായത് അതൊരു ബേസിക് റൂളാണ്. ഹോം കൺട്രി അല്ലാത്ത വേറെ ഏത് കൺട്രിയിലേക്ക് പോവുകയാണെങ്കിലും നിങ്ങൾക്ക് 6 മാസത്തിൽ കൂടുതൽ പാസ്പോർട്ട് നിർബന്ധമായിട്ടും വാലിഡിറ്റി ആവും. അപ്പൊ നിങ്ങൾ ഇന്ത്യൻ പാസ്പോർട്ടാണ്, ഇന്ത്യൻ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയിലേക്ക് നാളെ പാസ്പോർട്ട് എക്സ്പയർ ആവുകയാണെങ്കിലും തിരിച്ചു പോവാം. അതിൽ യാതൊരു തടസ്സങ്ങളും ഇല്ല. UAE തിരിച്ചു വരാനും അതുപോലെ തന്നെ. കാരണം നിങ്ങൾ ഓൾറെഡി റെസിഡൻസ് വിസ ഉള്ള ആളാണ്. നിങ്ങൾ പുതിയൊരു വിസ അപ്ലൈ ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ വിസിറ്റ് വിസ അപ്ലൈ ചെയ്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് 6 മാസത്തെ വാലിഡിറ്റി പാസ്പോർട്ടിൽ വേണം എന്നുള്ളതാണ് റൂൾ. അല്ലാണ്ട് മറ്റു കോംപ്ലിക്കേഷൻസ് ഒന്നും ഇതിൽ വരുന്നില്ല. നിങ്ങൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ പാസ്പോർട്ട് വാലിഡിറ്റി, എമിറേറ്റ്സ് ID എന്നുള്ള സംഭവങ്ങൾ കൃത്യമായിട്ട് നോക്കുക.